അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. അതായത് ഒരുപാട് പേര് നിങ്ങളെ ഫുള്ളി എന്തായാലും മനസ്സിലാക്കില്ല. നിങ്ങൾ പ്രാക്ടിക്കലുമാണ്, ഇൻ്റലിജൻറ്റുമാണ്. ഇമോഷൻസ് ഉള്ളത് ഉള്ളിലാണ്, പുറത്ത് കാണിക്കുന്നില്ല. റെസ്പെക്റ്റ്, സ്റ്റേറ്റസ്, സെൽഫ് വർത്ത് ഇവ വളരെ പ്രധാനമാണ്. ഒരിക്കലും ഹേർട്ടായാൽ പിന്നെ സൈലൻറ്റ് വിഡ്രോവലാണ്, പിന്നെ സംസാരിക്കില്ല. സാമ്പത്തികവും കരിയർ ഓറിയൻറ്റഡ് മൈൻഡാണ് നിങ്ങൾക്ക്. പ്രണയത്തിൽ ലോയലാണ്, പക്ഷെ നല്ല കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കും. ഓവർ തിങ്കിങ് ആണ്. ഇമോഷണലി നിങ്ങൾ ഭയങ്കര സപ്രസ്ഡുമാണ്. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. 2025 ഡിസംബറിൽ അവിട്ട നക്ഷത്രക്കാർക്ക് വർക്ക് പ്ലേസിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. എഫേർട്ട് ഇട്ടു, പക്ഷെ അപ്രീസിയേഷനും നല്ല ഡിലേ വന്നു. അതോറിറ്റി ആയിട്ടുള്ള ഇഷ്യൂസ് വന്നു. ഈഗോ ക്ലാഷും ഉണ്ട്. ഞാൻ ഇതിന് അർഹനല്ലേ എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇൻകം ഉണ്ടെങ്കിലും സാമ്പത്തികം കയ്യിൽ ഇരിക്കാത്തൊരു മാസമായിരുന്നു. ആവശ്യമില്ലാത്ത എക്സ്പെൻസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിചാരിക്കാത്ത എക്സ്പെൻസ് വന്നു. സേവിങ്സ് നല്ല ഡിസ്റ്റർബായി. റിലേഷൻഷിപ്പിൽ ഇമോഷണലി നല്ല ഡിസ്റ്റൻസ് വന്നു. പ്രോപ്പറായിട്ട് നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. സൈലൻറ്റ് പെയിനാണ്, അതായത് പറയാതെ സഹിക്കുകയാണ് ചെയ്യണത്. മാനസികമായിട്ട് സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഓവർ തിങ്കിങ് പീക്കാണ്. പഴയ മെമ്മറീസ് എല്ലാം ഇങ്ങനെ വീണ്ടും മനസ്സിൽ വന്നും കൊണ്ടിരുന്നു. ഇതൊന്നും എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്ന് നിങ്ങൾ ഡിസംബറിൽ